സർ, രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ചേർന്നാണ് ഡൽഹിയിൽ BJPയെ വിജയിപ്പിച്ചതെന്നാണ് പറയുന്നത്. ആ പറച്ചിലിൻ്റെ അടിസ്ഥാനം എന്താ? കുറച്ച് വാസ്തവമുണ്ട് ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട റോള് കോൺഗ്രസിനോ രാഹുൽ ഗാന്ധിക്കോ അല്ലെങ്കിലും 10-13 സീറ്റുകളിൽ ഒരു റോളുണ്ട് അവർക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ 13 സീറ്റുകൾ ഈ ഡൽഹിയിൽ BJPക്ക് കിട്ടിയ ഭൂരിപക്ഷം ഉണ്ടല്ലോ, BJP സ്ഥാനാർത്ഥിക്ക് കിട്ടിയ ഭൂരിപക്ഷം 13 സീറ്റുകളിൽ അതിനേക്കാൾ കൂടുതലാണ് കോൺഗ്രസ് പിടിച്ചിട്ടുള്ള വോട്ടുകൾ. ഇപ്പോൾ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ BJPയുടെ ഭൂരിപക്ഷം 5000 വോട്ടാണെന്നിരിക്കട്ടെ, പക്ഷേ 10,000 വോട്ട് അല്ലെങ്കിൽ 7,500 വോട്ടൊക്കെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ പിടിച്ചിട്ടുണ്ട്. അത് ആപ്പിന്, അതായത് ആപ്പും കോൺഗ്രസും ഒന്നിച്ചിരിക്കുവായിരുന്നു, ആ വോട്ടൂടെ മുന്നണിക്ക് കിട്ടുമായിരുന്നു. അപ്പോൾ BJPയുടെ ഭൂരിപക്ഷം ഇല്ലാതാകുമായിരുന്നു, ചിലപ്പോൾ തോറ്റും പോകുമായിരുന്നു. 13 സീറ്റ് ഡൽഹിയിൽ അങ്ങനെയുണ്ട്. പക്ഷേ BJPയെ പ്രധാനമായിട്ടും വിജയിപ്പിച്ചിട്ടുള്ളത് സ്ത്രീകളാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്താണെന്ന് വെച്ചാൽ ഇത്തവണ ഈ പോളിംഗ് ശതമാനം കുറവായിരുന്നല്ലോ, പക്ഷെ സ്ത്രീകളുടെ പോളിംഗ് ശതമാനം കൂടുതലായിരുന്നു. സ്ത്രീകൾ കൃത്യമായിട്ട് വോട്ട് ചെയ്തു. അപ്പോൾ അതാ സ്വാതി മാരിവാൾ കരയുന്നതൊക്കെ അവർ കണ്ടതൊക്കെ മനസ്സിൽ, ചില ദൃശ്യങ്ങൾ എപ്പോഴും മനസ്സിൽ മായാതെ നിൽക്കുമല്ലോ. ഈ സ്ത്രീ വോട്ടർമാർക്ക് ഭൂരിപക്ഷമുള്ള 41 മണ്ഡലങ്ങളുണ്ട് അവിടെ. ആ 41 മണ്ഡലങ്ങളിൽ 29 എണ്ണം BJPയുടെ കൂടെ നിന്നു. അപ്പോൾ അത് ഇൻടാക്റ്റ് ഇങ്ങോട്ട് പോകുന്നു BJPയുടെ കയ്യിലേക്ക്. ആപ്പിന് 9 ലക്ഷം വോട്ട് ഇത്തവണ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആകെ 10% വോട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ 7 ലക്ഷം വോട്ട് BJPയിലേക്കും 2 ലക്ഷം വോട്ട് കോൺഗ്രസിനും കിട്ടി. കോൺഗ്രസിൻ്റെ വോട്ട് ശതമാനം കഴിഞ്ഞ തവണത്തേക്കാൾ 2% കൂടിയിട്ടുണ്ടല്ലോ. പക്ഷെ അതുകൊണ്ട് ഗുണമൊന്നുമില്ല, കൂടിയിട്ടുണ്ട്. 2 ലക്ഷം വോട്ട് കോൺഗ്രസിന് കിട്ടി. ആപ്പിൻ്റെ വോട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പങ്കുണ്ടെന്ന് പറയാം. ഇപ്പോൾ ആപ്പിൻ്റെയും കോൺഗ്രസിൻ്റെയും വോട്ട് ശതമാനം നമ്മൾ കൂട്ടുമ്പോൾ 49.9 കിട്ടും. രണ്ടുപേരും ഒന്നിച്ച്. BJPയുടെ വോട്ട് ശതമാനം 45.76. അപ്പോൾ രണ്ടുപേരും കൂടി കൂട്ടിയാൽ അതിൽ ലോജിക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ ചോദ്യമാണ്. പക്ഷെ രണ്ടും കൂടി നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ കഴിഞ്ഞാൽ BJPയേക്കാൾ 4% അവർക്ക് കൂടുതലുണ്ട്. അത് അവർ സഖ്യത്തിൽ നിന്ന് കഴിഞ്ഞാൽ അങ്ങനെ കിട്ടുമായിരുന്നോ എന്നുള്ളത് ലോജിക്കൽ ക്വസ്റ്റ്യനാണ്, അത് വേറെ ചോദ്യമാണത്. പക്ഷെ 13 മണ്ഡലങ്ങളിലെ കഥ കൂടി നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. ആ കഥയിലേക്ക് നമുക്ക് പോകാം. ആ 13 മണ്ഡലങ്ങളിൽ ഈ കോൺഗ്രസ് BJPക്ക് കിട്ടിയ ഭൂരിപക്ഷത്തിനേക്കാൾ കൂടുതൽ വോട്ട് പിടിച്ചിട്ടുണ്ട്. സംഗതി മനസ്സിലായോ? അതിൽ കെജ്രിവാളിൻ്റെ മണ്ഡലം, മനീഷ് സിസോദിയുടെ മണ്ഡലം, കെജ്രിവാളിൻ്റെ ന്യൂഡൽഹി മണ്ഡലം, മനീഷ് സിസോദിയുടെ ജംഗ്പുര മണ്ഡലം, സൗരഭ് ഭരദ്വാജിൻ്റെ ഗ്രേറ്റർ കൈലാഷ്, പിന്നെ സോമനാഥ് ഭാരതിയുടെ മാളവ്യ നഗർ, ദുർഗേഷ് പഥക്കിൻ്റെ രജീന്ദർ നഗർ ഒക്കെ ഉൾപ്പെടുന്നുണ്ട് ആ 13. അപ്പോൾ BJP സ്ഥാനാർത്ഥിക്ക് കിട്ടിയ ഭൂരിപക്ഷത്തേക്കാൾ കൂടുതൽ കോൺഗ്രസ് അവിടെ വോട്ട് പിടിച്ചിട്ടുണ്ട്. ആ കോൺഗ്രസ് വോട്ടും കൂടി ആപ്പിന് പോവുമായിരുന്നെങ്കിൽ ആപ്പ് ജയിക്കുമായിരുന്നു എന്നുള്ളതാണ് കണക്ക്. അതായത് കോൺഗ്രസിന് കിട്ടിയ വോട്ടിനേക്കാൾ ചെറിയ വോട്ടിനാണ് ആപ്പ് തോറ്റിരിക്കുന്നത്. അതായത് ബലത്തെ കോൺഗ്രസ് വോട്ട് ബാധിച്ചു ഈ 13 മണ്ഡലങ്ങളിൽ. പൊതുവെ അല്ല നമ്മൾ പറയുന്നത്, 13 മണ്ഡലങ്ങളിൽ. അതിൽ നമ്മളീ പറഞ്ഞ പോലെ ആകെ നോക്കുകയാണെങ്കിൽ 3 കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് മാത്രമാണ് കെട്ടിവെച്ച കാശ് കിട്ടുന്നത്. ഒരാൾ മാത്രമാണ് 2ാം സ്ഥാനത്ത് എത്തുന്നത് കോൺഗ്രസിൻ്റെ. ഇടത് സ്ഥാനാർത്ഥികൾക്കൊക്കെ കിട്ടിയത് നോട്ടയ്ക്ക് കിട്ടിയതിനേക്കാളും ചെറിയ വോട്ടാണ്, 350 തുടങ്ങിയ വോട്ടുകളെ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ പർവേസ് കുമാർ മുഖ്യമന്ത്രിയാകുമെന്ന് വിശ്വസിക്കപ്പെടുന്ന പർവേസ് കുമാറും കെജ്രിയും, നമ്മൾ പർവേസ് കുമാറായിരിക്കും സ്ഥാനാർത്ഥി എന്ന് ആദ്യമേ പറഞ്ഞിരുന്നു. അന്ന് അധികം പ്രേക്ഷകരത് കണ്ടിരുന്നില്ല. ഇപ്പൊ പർവേസ് കുമാർ താരമാണ്.
പർവേസ് കുമാറും കെജ്രിവാളും മത്സരിച്ച ഡൽഹിയിൽ 4089 വോട്ടാണ് 4089 വോട്ടാണ് പർവേസ് കുമാറിൻ്റെ ഭൂരിപക്ഷം. ചെറിയ ഭൂരിപക്ഷമാണ്. 3 തവണ കെജ്രിവാൾ ജയിച്ച മണ്ഡലമാണത്. എന്ന് പറഞ്ഞാൽ കെജ്രിവാളിന് സ്വാധീനമുള്ള സ്ഥലമാണല്ലോ. അതിനു മുമ്പ് ഷീല ദീക്ഷിതിൻ്റെ മണ്ഡലമായിരുന്നു. അവിടെയാണ് കെജ്രിവാൾ ഷീലയെ തോൽപ്പിച്ചത്. അപ്പോൾ ഇത്തവണ ഷീലയുടെ മോൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് നിന്നു, സന്ദീപ് ദീക്ഷിത്. സന്ദീപ് ദീക്ഷിതിന് കിട്ടിയ വോട്ട് എത്രയാണെന്നറിയോ? 4568. അത് പർവേസിന് കിട്ടിയ ഭൂരിപക്ഷത്തേക്കാൾ കൂടുതലാണ്. അപ്പോൾ മൂന്നാമനായി ദീക്ഷിത്. 2013 ഷീല ദീക്ഷിതിനെ കെജ്രി തോൽപ്പിച്ച സ്ഥലമാണ്. ഇനി മനീഷ് സിസോദിയയും തർവീന്ദർ സിംഗ് മാർവയും തമ്മിലാണ് മത്സരിച്ചത്. തർവീന്ദർ സിംഗ് മാർവ BJP സ്ഥാനാർത്ഥി. അവിടെ ഭൂരിപക്ഷം 675 വോട്ട് മാത്രമാണ് BJPക്ക്. കോൺഗ്രസ് സ്ഥാനാർത്ഥി ഫുർവാദ് സൂരി 7350 വോട്ടാണ് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ BJP സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷത്തിനേക്കാൾ എത്രയോ വലുതാണത്. അതെ. അപ്പോൾ പട്പർഗഞ്ചിൽ 3 തവണ നിന്നയാളാണ് സിസോദിയ. ഇത്തവണ ജംഗ്പുരയിലേക്ക് മാറുകയാണ് ചെയ്തത്. തോൽക്കുന്ന മേടിച്ചിട്ട് തന്നെ മാറിയതാണ്. പിന്നെ ഈ സൗരഭ് ഭരദ്വാജും ശിഖ റോയും തമ്മിലായിരുന്നു മത്സരം. ശിഖ റോയ് BJP സ്ഥാനാർത്ഥി. 3188 വോട്ടാണ് BJP സ്ഥാനാർത്ഥി ശിഖ റോയുടെ ഭൂരിപക്ഷം. കുറവാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥി ഗർവിത് സിംഗ്വിക്ക് കിട്ടിയ എത്രയാണെന്നറിയോ? 6711 വോട്ട്. കൂടുതലാണ് ആ ഭൂരിപക്ഷത്തിനേക്കാൾ. ആഭ്യന്തരമന്ത്രിയായിരുന്നു നേരത്തെ ഈ ഭരദ്വാജ്. 3 തവണ MLA ആയിരുന്നു. ശിഖർ 2 തവണ കൗൺസിലറും ആയിരുന്നു. പിന്നെ സോംനാഥ് ഭാരതി BJP സ്ഥാനാർത്ഥി സതീഷ് ഉപാധ്യായ. 2131 വോട്ടാണ് അവിടെ BJPയുടെ ഭൂരിപക്ഷം. നേരിയ വോട്ടാണ്. കോൺഗ്രസിൻ്റെ ജിതേന്ദർ സിംഗ് കൊച്ചാറിന് കിട്ടിയ വോട്ട് 6770. കൂടുതലാണ്. 2013 മുതൽ MLA ആണ് അവിടെ ഭാരതി. എന്നിട്ടും തോറ്റുപോയി. അപ്പോൾ ഈ കോൺഗ്രസിൻ്റെ ഒരു പണി ഈ മണ്ഡലങ്ങളിലൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഡെപ്യൂട്ടി സ്പീക്കർ രാഗി ബിർള തോറ്റതും ഇങ്ങനെ തന്നെയാണ്. 3 തവണ മംഗോൾപുരിയിൽ നിന്ന് അവർ MLA ആയിരുന്നു. ഇത്തവണ SC സീറ്റായ മതിപ്പൂരിലാണ് അവർ മത്സരിച്ചത്. BJPയുടെ കൈലാഷ് ഗംഗ്വാൾ 10899 വോട്ടിനാണ് ജയിച്ചത്. പക്ഷേ കോൺഗ്രസിൻ്റെ JP പൻവാറിന് 17958 വോട്ട് കിട്ടി. 7000ഓളം വോട്ട് കൂടുതലാണ്. അപ്പോൾ അവിടെയും വേണമെങ്കിൽ മറിയാമായിരുന്നു അല്ലേ? അതെ. പിന്നെ പതക്ക്, ഈ ദുർഗേഷ് പതക്കിനെതിരെ BJP സ്ഥാനാർത്ഥി ഉമംഗ് ബജാജ് ആയിരുന്നു. 1231 വോട്ട് BJPയുടെ ഭൂരിപക്ഷം. അപ്പോൾ കോൺഗ്രസിൻ്റെ വിനീത് യാദവിന് കിട്ടിയത് 4015, 3000 വോട്ട് കൂടുതലാണ്. രാഘവ് ചദ്ദ രാജ്യസഭയിലെത്തിയപ്പോൾ 2022 പതക്ക് ഉപതെരഞ്ഞെടുപ്പിൽ കൂടി ജയിച്ചതാണ്. ഈ രാഘവ് ചദ്ദ ഇപ്പോൾ സ്ഥലത്തൊന്നും ഉണ്ടായിരുന്നില്ല. ബോംബെയിലെ ഏതോ വിവാഹ ചടങ്ങുകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പരിണീതി ചോപ്രയാണല്ലോ കല്യാണം കഴിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രിയങ്ക ചോപ്രയുടെ ബന്ധുവാണ്. അപ്പോൾ അവിടെ ആ കുടുംബത്തിൽ കല്യാണം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഡൽഹിയിലൊന്നും ആളുണ്ടായിരുന്നില്ല. അപ്പോൾ ആപ്പിൻ്റെ സംഗം വിഹാർ MLA ദിനേശ് മൊഹാനിയ ആ കേസിലും ഇങ്ങനെ തന്നെയാണ്. BJPയുടെ സ്ഥാനാർത്ഥി ചന്ദൻ കുമാർ ചൗധരി 344 വോട്ട് മാത്രമാണ് ഭൂരിപക്ഷം. ഇതൊക്കെ BJPക്കൊക്കെ തോൽക്കാവുന്ന സ്ഥലങ്ങളാണ്. കോൺഗ്രസിൻ്റെ ഹർഷ് ചൗധരി 15863 വോട്ട് പിടിച്ചു. അപ്പോൾ മൊഹാനിയ 3 തവണ നേരത്തെ ജയിച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി മണ്ഡലങ്ങൾ 13 ബദലി, ഛത്തർപൂർ, മെഹ്റോളി, നംഗ്ലോയ് ജാട്ട്, തിമർപൂർ, ത്രിലോക്പുരി, ഈ മണ്ഡലങ്ങളിലൊക്കെ ഇതാണ് സാഹചര്യം. അപ്പോൾ നന്നായിട്ട് കോൺഗ്രസ് രാഹുൽ ഗാന്ധി കെജ്രിവാളിനിട്ട് പണിതിട്ടുണ്ട്.
സ്വാഭാവികമായിട്ടും ഈ കോൺഗ്രസിൻ്റെ ലോക്കൽ ലീഡേഴ്സ് നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഇത്തവണ നമ്മൾ ആം ആദ്മി പാർട്ടിയായിട്ട് കൂടണ്ട, കോൺഗ്രസിന് ഒരു അടിത്തറ നമുക്ക് ഉണ്ടാക്കി വെക്കാമെന്ന് പറഞ്ഞു. അത് കൃത്യമായിട്ട് നടപ്പാക്കുന്ന പോലെ ചെയ്തപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ കാല് വെട്ടുന്നതിന് തുല്യമായി പോയി അല്ലേ? അതെന്താന്ന് വെച്ചാൽ ഹരിയാനയിൽ സഖ്യത്തിന് സമ്മതിച്ചില്ലല്ലോ, ആപ്പ് സമ്മതിച്ചില്ല, മറ്റേ പഞ്ചാബില് സമ്മതിച്ചിട്ടില്ല. അപ്പൊ പിന്നെ നമ്മളെന്തിനു കൂടെ ചേരുന്നു എന്നുള്ള വിഷയമുണ്ടല്ലോ. പക്ഷെ അടിത്തറ വലിയ വികസനമൊന്നും ഉണ്ടായിട്ടില്ല, വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടന്നില്ല അല്ലേ? 2% കൂടുതൽ കിട്ടിയിട്ടുണ്ടെങ്കിലും മറ്റേ ഹാട്രിക് വന്നല്ലോ, 0-ന്. അതൊരു വലിയ നാണക്കേടായിട്ട് തന്നെ നിലനിൽക്കുകയും ഹാട്രിക് വന്നു. അപ്പോൾ മറ്റേ ഇന്നലെ ചാനലുകളിൽ ഒരാൾ പറയുന്നുണ്ടായിരുന്നേ, ഈ ഇറ്റലിയിലൊക്കെ ആളുകൾ പറയുന്നുണ്ട് രാഹുൽ ഗാന്ധിക്ക് ഇനി റൗൾ വിൻസി എന്നുള്ള പേര് മാറ്റിയിട്ട്, ഇറ്റാലിയൻ പേര് റൗൾ വിൻസി എന്നാണ്, അത് മാറ്റി ഇനി ഡക്വർത്ത് ലൂയിസ് എന്നാക്കാം. കാരണം 3ാമത്തെ തവണയും ഡക്കായല്ലോ. അപ്പൊ ഈ നാണക്കേടിൽ നിന്ന് ഒരു കാലത്തും അടുത്തെങ്കും കോൺഗ്രസിനോ രാഹുലിനോ മോചനം ഇല്ലെന്ന് അറിയാം അല്ലേ? അതില്ലല്ലോ. രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ ലിക്വിഡേറ്ററാണ്. കാരണം മുതലാളി പറയുന്ന പോലെയാണ് രാഹുൽ ഗാന്ധി പ്രവർത്തിക്കുന്നത്. ജോർജ് സോറോസ് ആണ് മുതലാളി. അതെ, രാജ്യ തലസ്ഥാനത്ത് തന്നെ ഇപ്പോൾ ഹാട്രിക് തോൽവിയായിട്ട് എല്ലാവരും മുമ്പിൽ നാണം കിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.